ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷൂസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുകയാണ്. എല്ലാവരും സേഫ് അല്ലേ? ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ചില്ലി പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിക്കും നാനിനും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാം. ബാ. ഇതാ നമ്മളിപ്പോൾ ചില്ലി പോർക്ക് ഉണ്ടാക്കാനുള്ള പോർക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ പോർക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കിലോ പോർക്ക് കട്ട് ചെയ്തതായി ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു സ്ലൈസിൽ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതാദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ചെടുത്താണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് വേണം നിർബന്ധമില്ല, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു 2 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മൈദയാണേലും ഇട്ട് കൊടുത്തോളൂ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നല്ല ക്രിസ്പി ആവും. നമ്മൾ മൈദ ഇട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തണുത്തതങ്ങ് ഒട്ടിയതായി പോവും. പിന്നെ നമുക്ക് ഒരു മുട്ടയും കൂടെ ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ട് വരാം. ഞാനിപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതോടെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിന്നൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു വിസിൽ മതി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പോർക്കൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തന്നെ പോർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാവും നമ്മുടെ പോർക്ക്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചത് നമ്മുടെ പോർക്ക്. നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാണ്. പെട്ടെന്ന് റെഡിയാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, നമ്മൾ വേവിച്ചിട്ടില്ലെങ്കിൽ. അതിനാണ് വേവിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ പോർക്ക് ഫ്രൈ ചെയ്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു, അതൊരു കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഉപയോഗിച്ചാൽ മതി. വേറെ എടുക്കണമെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഞാനിപ്പോൾ അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ, ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സ്ക്വയർ രൂപത്തിൽ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം.
സവാള റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതും ഒരു സ്പൂണാണ്. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമ്മുടെ സാധനത്തിൻ്റെ അനുസരിച്ചും അളവ് കൂട്ടുകയും ചെയ്യാം. പിന്നെ റെഡ് ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. നല്ലോണം സോസും മസാലയൊക്കെ എല്ലാവിധവും പോർക്കിൽ പിടിക്കുന്ന വിധം ഇളക്കാം. നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. കളറ് വേണ്ടിയവർക്ക് ആഡ് ചെയ്യാം. ഞാനങ്ങനെ പൊതുവെ ഒന്നും കളറങ്ങനെ ആഡ് ചെയ്യാറില്ല. ഒരു നമുക്ക് ഹെൽത്തിനൊന്നും നല്ലതല്ലല്ലോ, കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കളറൊന്നും ഒരു നല്ലതല്ല. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ആഡ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇളക്കിയെടുക്കാം. ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായതാണ്, അപ്പോൾ ഞാൻ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാൻ വെച്ചത്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഇതിനകത്തേക്കൊരു കുറച്ച് പിഞ്ച് പഞ്ചസാരയോട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര ആഡ് ചെയ്തിട്ടുമ്പോൾ. ഒരു 1/4 സ്പൂണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഓപ്ഷനിലാണ്, അതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇളക്കിയെടുക്കാം. നമ്മുടെ ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചില്ലി പോർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അതേ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. ഓക്കെ, ബൈ, സീ യു. എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ.